എന്തുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരും നാടൻ കോഴി വളർത്തലിൽ പരാജയപ്പെടുന്നത്? നാടൻ കോഴി വളർത്തൽ ഒരു സമയം പാഴാക്കലാണോ? നമ്മൾ ഇടുന്ന കഷ്ടപ്പാടിനനുസരിച്ചുള്ള ഒരു ബലം നമുക്ക് കിട്ടത്തില്ലേ? നിങ്ങളുടെ ഫാം നഷ്ടത്തിലാണോ മുന്നോട്ട് പോകുന്നത്? നിങ്ങളുടെ ഫാം ലാഭകരമാക്കണ്ടേ? എങ്ങനെ ലാഭകരമാക്കാം എന്നറിയാനായിട്ട് ഇന്ന് നമുക്ക് ഒരാളെ പരിചയപ്പെടാം. കഴിഞ്ഞ 25 വർഷമായി നാടൻ കോഴി വളർത്തലിൽ വിജയം സൃഷ്ടിക്കുന്ന തിരുവനന്തപുരം കരുമരക്കോട്ടെ സ്റ്റാലിൻ ചേട്ടന്. അപ്പൊ ഇതാണ് നമ്മുടെ സ്വന്തം സ്റ്റാലിൻ ചേട്ടൻ. നമസ്കാരം ചേട്ടാ, ഫാം ട്രക്കിലേക്ക്. അപ്പൊ നമുക്ക് ഫാമിലേക്ക് പോയാലോ? തീർച്ചയായിട്ടും. ഈ ബ്രോയിലർ കോഴി അല്ലാതെ നാടൻ കോഴി വളർത്തൽ തുടങ്ങാനുള്ള കാര്യം എന്താ? ഞാൻ ഈ കോഴി വളർത്തൽ തുടങ്ങിയിട്ട് 37 വർഷമായി. പക്ഷെ ആദ്യകാലങ്ങളിലൊക്കെ ബ്രോയിലറായിരുന്നു വളർത്തിയിരുന്നത്. അപ്പോൾ അത് ഇടയ്ക്ക് പക്ഷിപ്പനി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വരുമ്പോഴും ആ കോഴി വില പെട്ടെന്ന്, ആദ്യകാലങ്ങളിൽ ഇത്രയും വിപുലമല്ലായിരുന്നു കോഴി വളർത്തൽ. പെട്ടെന്ന് കോഴി വില ഡിമ്മാവും, വില കുറയും. ആ സാഹചര്യത്തിൽ അത് വലിയ നഷ്ടം സംഭവിക്കും. അങ്ങനെ വന്നപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതി കോഴി വളർത്തുന്നതിനെക്കുറിച്ച് ഞാൻ അറിയുകയും അതുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴത്തേക്കും അതിന് ഒരു വില കിട്ടുമെന്നുള്ള ഒരു നിശ്ചിത വില കിട്ടുമെന്നുള്ള ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഈ നാടൻ കോഴി വളർത്തലേക്ക് ഞാൻ 25 വർഷമായി ഇത് നടത്തിക്കൊണ്ട് വരികയാണ്. ഇപ്പം ഇവിടെ നിലവിൽ എത്ര കോഴിയാണ് ഉള്ളത് നമുക്ക്? ഇപ്പോൾ എനിക്ക് ഈ കാണുന്ന ഷെഡുകളെല്ലാം കൂടെ ഒരു 6000-ഓളം കോഴി കുഞ്ഞുങ്ങൾ നിലവിലുണ്ട്. നാടൻ കോഴികളാണ്, ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട കോഴികളാണ്. അപ്പൊ ഈ നാടൻ കോഴികളെല്ലാം എങ്ങനെയാണ് അസുഖങ്ങളൊന്നും വരാതെ ഇങ്ങനെ പരിപാലിക്കുന്നത്? അത് വരുന്ന ദിവസം മുതൽ തന്നെ നമ്മൾ തന്നെ വേറെ ആരും കൂലിക്കായിട്ട് ആരുമില്ല. ഞാനും എൻ്റെ വൈഫും എൻ്റെ കൂടെയുള്ള മകനും കൂടെയാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ല വേറെ പുറത്തൊന്നും ആരുമില്ല. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അറിയാം കംപ്ലൈൻ്റ് വല്ലതും ഉണ്ടോ എന്നുള്ളതും എന്തെങ്കിലും രോഗലക്ഷണം ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ അറിയാം. പിന്നെ അഡ്വാൻസ് ആയിട്ട് നമ്മൾ ഈ വൈറ്റമിനും ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ലിവർ ടോണിക്കും വൈറ്റമിനൊക്കെ കൊടുക്കുന്നതുകൊണ്ടും അസുഖങ്ങൾ വരാറില്ല. അങ്ങനെ വരാകുമ്പോൾ നമുക്ക് അറിയാം. ഈ കോഴി കുഞ്ഞുങ്ങളെ നമ്മൾ കൊണ്ടുവരുമ്പോൾ തൊട്ടുള്ള അതിൻ്റെ ഓരോ സ്റ്റേജും എങ്ങനെയാ? കോഴിക്കുഞ്ഞുങ്ങൾ ഞാൻ വാങ്ങുന്നത് ഒരു ദിവസം പ്രായമുള്ള കോഴിക്കുഞ്ഞാണ് വാങ്ങുന്നത്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ആദ്യ ദിവസങ്ങളിൽ ഈ ഷെഡ് മറ്റുള്ള ജീവികളൊന്നും കയറാത്ത, പട്ടി പൂച്ച ഇതൊന്നും കയറാത്ത കവറിങ്ങുള്ള ഷെഡായിരിക്കണം. അത് ആദ്യം ഒരു ദിവസം പ്രായമുള്ള കോഴിക്കുഞ്ഞ് വരുന്നത് ആദ്യം മരപ്പൊടി, അറക്കപ്പൊടി അത് തറയിൽ വിരിച്ചതിന് ശേഷം ഒരു ന്യൂസ് പേപ്പറിൽ വിരിക്കും, അല്ലെങ്കിൽ ഈ മരപ്പൊടി കൊത്തി തിന്ന് കളയും. തീറ്റയും മരപ്പൊടിയും അറിഞ്ഞുകൂടാത്ത ദിവസമാണ് അപ്പോൾ ആദ്യത്തെ ദിവസം. പിന്നീട് അത് കോഴിക്കുഞ്ഞുങ്ങൾ ഓടിപ്പോകാതിരിക്കാൻ വേണ്ടി റൗണ്ട് വെച്ചിരിപ്പുണ്ട്, അത് നമുക്ക് കാണാം. അതിനുശേഷം നമ്മൾ ഗ്ലൂക്കോസ് ചേർന്ന വെള്ളം അതിന് കുടിക്കാൻ കൊടുക്കും. ഒരു 1000 കോഴിക്ക് ഒരു പാക്കറ്റ് ഗ്ലൂക്കോസ് ഇട്ട് ഒരു 10 ലിറ്റർ വെള്ളത്തിൽ ഒരു ഗ്ലൂക്കോസ് ചേർത്ത് ആദ്യത്തെ ദിവസം അങ്ങനെ കൊടുക്കും. അത് മാത്രമാണോ ആദ്യ ദിവസം അത് ചെയ്താൽ മതിയാവും. രണ്ടാമത്തെ ദിവസം മുതൽ ഒരു 3 ദിവസം ഒരു ബി കോംപ്ലക്സ് വൈറ്റമിൻ അത് ഇതിൽ കുറേശ്ശെ ഒഴിച്ച് കോഴികൾ കുടിക്കാൻ വെള്ളത്തിൽ അതുകൂടെ ചേർത്താൻ കൊടുക്കും. ഒരു 3 ദിവസം മതിയാവും. പിന്നെ വരുന്നത് 7ാം ദിവസം ഫസ്റ്റ് വാക്സിൻ ലെക്സോട്ട. 7 കഴിഞ്ഞാൽ അടുത്ത് 14 2 ആകുമ്പോഴത്തേക്കും IBD വാക്സിൻ. അതിനകത്ത് വിലയുള്ളതാണ്. 1000 കോഴിക്ക് ഏകദേശം ഒരു 450 രൂപയോളം വില വരും IBD വാക്സിൻ. അത് ഇതിൻ്റെ കണ്ണിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കണ്ണിൽ ഓരോ തുള്ളി, കണ്ണിലോ മൂക്കിലോ ഓരോ തുള്ളി. അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. 1000 കോഴിക്ക് ഇതാന്ന് പറയുമ്പോൾ 2 പേരുണ്ടെങ്കിൽ ഒരു മണിക്കൂറുണ്ടൊക്കെ തരും. പിന്നെ അടുത്ത് 3ാമത്തെ ആഴ്ച 21ാം ദിവസം ഫസ്റ്റ് കൊടുത്ത വാക്സിന് ഈ വെള്ളത്തിലൊഴിച്ച് പാൽപ്പൊടിയൊക്കെ ചേർത്ത് വെള്ളത്തിലൊഴിച്ച് ബൂസ്റ്റർ വാക്സിനായിട്ട് കൊടുക്കും. പിന്നെ അടുത്ത് ചെയ്യുന്നത് 28ാം ദിവസം വിരയ്ക്ക് മരുന്ന് കൊടുക്കാറുണ്ട്, വിര മരുന്ന്. കോഴികൾ നല്ല ആരോഗ്യത്തോടെ വളരാൻ വേണ്ടി എന്ത് തീറ്റയാണ് ചേട്ടൻ കൊടുക്കുന്നത്? കോഴികൾക്ക് ഞാൻ 3 രീതിയിലുള്ള തീറ്റയാണ് കൊടുക്കാറുള്ളത്. ഒരു ബ്രാൻഡാണ്, കൃഷി ഇനത്തിൽപ്പെട്ട കൃഷി എന്ന് പറഞ്ഞ തീറ്റയാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രാൻഡിൻ്റെ പേരാണ് കൃഷി. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു 10 ദിവസം പ്രീ സ്റ്റാർട്ടറിന് മുമ്പായിട്ടുള്ള
വളരെ കുഞ്ഞ് തരികളാണ്. അതാണ് 10 ദിവസം ഞാൻ ഉപയോഗിക്കുന്നത്. ഒരു അടുത്ത 20 ദിവസം സ്റ്റാർട്ടർ, ഇത് ബ്രോയിലർ സ്റ്റാർട്ടറാണ് കൊടുക്കുന്നത്. അപ്പോഴത്തേക്ക് 30 ദിവസമായി. പിന്നെ ഒരു 15 ദിവസം എന്ന് പറയുന്നത് ഗ്രോവറാണ് ഞാൻ കൊടുക്കുന്നത്. ഗ്രോവർ, മുട്ടക്കോഴികൾ കൊടുക്കുന്ന ഗ്രോവർ. അത്രയാണ് ഞാൻ കൊടുത്ത് വളർത്തി 1.5 മാസം ആകുമ്പോൾ ഞാൻ വിപണനം ചെയ്യുന്നത്. ഈ നാടൻ കോഴിക്കല്ലേ മാർക്കറ്റിൽ ബ്രോയിലർ കോഴിയെക്കാട്ടിലും വില? പിന്നെ ഇതല്ലേ കുറച്ചുകൂടെ ആരോഗ്യപരമായ ഇറച്ചി? അങ്ങനെയാണ്. നാടൻ കോഴി ഈ കോഴികൾക്ക് ബ്രോയിലർ കോഴി അപേക്ഷിച്ച് മെഡിസിൻ വളരെ കുറച്ച് കൊടുത്താൽ മതി. കാരണം എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിലോ കുറച്ച് ലിവർ ടോണിക്കോ കുറച്ച് വൈറ്റമിനോ ഒക്കെ കൊടുത്താൽ മാത്രം മതി. ഇതിന് ബ്രോയിലർ കോഴികൾക്കാകുമ്പോൾ അങ്ങനെയല്ല. പെട്ടെന്നുള്ള വളർച്ചയ്ക്ക് ഇപ്പോൾ അതുപോലുള്ള അസുഖങ്ങളുണ്ടാവും. അപ്പോൾ അതിന് വ്യാപകമായ മരുന്ന് കൊടുക്കേണ്ടി വരും. ആ സാഹചര്യത്തിൽ ഒരു 45 ദിവസം കൊണ്ട് ഇറച്ചി 2 കിലോയായി വരുന്നുണ്ട്. ഇതങ്ങനെയല്ല, ഒരു 6 മാസമൊക്കെ ആകുമ്പോഴേ 2 കിലോ 3-3.5 കിലോ വെയിറ്റ് വയ്ക്കുകയുള്ളൂ. അപ്പോൾ ഇതിന് പതുക്കെ വളരുന്നതുകൊണ്ട് അസുഖം വളരെ കുറയും. ഇത് വീട്ടാവശ്യത്തിന് വേണ്ടിയുള്ള കോഴിയെ വളർത്തുന്നതാണോ? പിന്നെ ഇത് നമ്മുടെ സാധാരണ കൂട് പോലെ അല്ലല്ലോ, ഇതെന്താ ഇങ്ങനെ? ഈ ഒരു സിസ്റ്റത്തിന് എന്താ പറയുക? ഈ കോഴികളെ വളർത്തുന്ന മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡീപ്പ് ലിറ്റർ സിസ്റ്റം, അതായത് തറയിൽ അറക്കപ്പൊടിയെല്ലാം ഇട്ട് തറയിൽ വളർത്തുന്നതാണ് ഡീപ്പ് ലിറ്റർ സിസ്റ്റം എന്ന് പറയുന്നത്. അല്ലാതെ ഒരു രീതി എന്ന് പറയുന്നത് ഗേജ് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും അത് ഓട്ടോമാറ്റിക്കായി മുട്ട പുറത്ത് വരുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ അത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് എളുപ്പം എന്നുള്ളത് എനിക്കിതാണ്. അപ്പോൾ ഇതിനൊന്ന് പ്രത്യേകത എന്ന് വെച്ചാൽ 2 കാര്യങ്ങൾ. അത് മുട്ട ഇടുന്നതിന് പ്രത്യേക ഒരു സംവിധാനം ഇതുപോലെ ചെയ്ത് കൊടുക്കണം. ഈ കട്ട എന്തെങ്കിലും പറക്കി വെച്ച് ഞാൻ പ്രത്യേകം ഒരറ വെച്ച് കൊടുക്കും മുട്ട ഇടണം. അതിൽ പിന്നെ വേറെ അത് വെച്ച് കൊടുത്തിലേക്ക് കുഴപ്പമെന്ന് വെച്ചാൽ അത് പുറത്ത് കാണുന്ന ഭാഗത്ത് ഇടും മുട്ട. അപ്പോൾ വേറൊരു കോഴിയെ കിണ്ടി നോക്കും, അത് ഒന്ന് ചവിട്ടി നോക്കും, പൊട്ടയാണെങ്കിൽ എല്ലാം കൂടെ ഒന്ന് കുടിക്കും. പിന്നെ ഒരു മുട്ടയും കിട്ടാറില്ല. രണ്ടാമത് ഈ കോഴികൾക്കെന്ന് വെച്ചാൽ ഒരു 50 കോഴി 100 സ്ക്വയർ ഫീറ്റുള്ള സ്ഥലത്ത് 50 കോഴി വളർത്താം. 50 കോഴിക്ക് ഒരു വെള്ളപ്പാത്രം മതിയാവും. ഓട്ടോമാറ്റിക്കാണ്, എപ്പോഴും വെള്ളം കിട്ടിക്കൊണ്ടിരിക്കും. തീറ്റ പാത്രം ഒരെണ്ണം മതിയാവും. ഇത് വീട്ടിലെ ആഹാരങ്ങളൊക്കെ കൊടുക്കുന്നതാണ്. തവിട്, തീറ്റ, ചോറ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ് ഈ കാണുന്നത്. ഇതെല്ലാം ആവശ്യത്തോളം ചോറ് മാത്രമല്ല, തവിട്, ചോറ്, തീറ്റ, ഇത് 3 ചേർത്ത് പെട്ടെന്ന് കഴിച്ചോളും. രാവിലെ ഒരു നേരം കോഴിത്തീറ്റ മാത്രം കൊടുക്കും. അതിനുശേഷം ഇതിങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് പിന്നെ വൈന്യൊന്നും കൊടുക്കണ്ട. അതൊന്ന് ഇപ്പൊ ഇങ്ങനെ ഒരു കോഴി ഫാം നടത്തുമ്പോഴത്തേക്ക് മാലിന്യം ഒരു വലിയ പ്രശ്നമായിരിക്കുമല്ലോ നമുക്കും നമ്മുടെ ചുറ്റുമുള്ളവർക്കും. അപ്പൊ അതെങ്ങനെയായി? ഞാൻ ഇപ്പൊ ഇവിടെ വന്നപ്പോഴാണെങ്കിലും ശ്രദ്ധിച്ചു, ഇവിടെ അങ്ങനെ കോഴിയുടെ നാറ്റോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല. അപ്പൊ അതെങ്ങനെയാ കൈകാര്യം ചെയ്യുന്നത്? അതാണ്, ഇത് വീടിനടുത്താണ് ഞാൻ ഇത് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല, പരിസരത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. അപ്പോൾ ചെയ്യാനുള്ളത് ഇതിന് ശരിക്കും അറക്കപ്പൊടി ഇട്ട് കൊടുക്കണം. ഒരു കാര്യം അതാണ്, അറക്കപ്പൊടി. 2 ഇത് ഈ മാലിന്യം കോഴി പോകുമ്പോഴത്തേക്കും ഇത് എടുത്ത് വച്ചേക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ കൃഷി ആവശ്യത്തിനായിട്ട് ഞാൻ ഇത് എടുക്കുന്നതുകൊണ്ട് ഞാൻ തികയാത്ത പുറത്തുനിന്ന് വാങ്ങുകയും കൂടെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എത്ര ഉണ്ടെങ്കിലും എനിക്ക് ആവശ്യമുണ്ട് കൃഷി ആവശ്യത്തിനായിട്ട്. അപ്പോൾ പിന്നെ ഇവിടെ എൻ്റെ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല. അങ്ങനെയാണ്. അപ്പം നാടൻ കോഴി വളർത്തലിനെ പറ്റി നിങ്ങൾക്ക് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമല്ലോ. അപ്പം ഇനി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. വീണ്ടും പുതിയ കാർഷിക വിശേഷങ്ങളുമായി ഫാം ട്രക്കിൻ്റെ അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.